അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പലപ്പോഴും ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ഈണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഗം, ഈണം ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിയേക്കാൾ ഒരു സംഗീതാത്മകതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ കഴിയും. ഇത് ശരിയാണോ? നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോഴും ബാങ്ക് വിളിക്കുമ്പോഴും ഖുർആന്റെ ഒരു തജ്വീദ്, ആ മര്യാദ, ഈണത്തിന്റെ രൂപവും എല്ലാം ഉണ്ടവിടെ. കാരണം ഖുർആൻ ഈണത്തിൽ ഓതാനാണ് പറഞ്ഞത്. ആ ഖുർആനിന്റെ ആയത്തുകളുടേതായ അർത്ഥ വ്യത്യാസം വരാത്ത രൂപത്തിൽ തജ്വീദ് പാലിച്ച് ഈണത്തിലാണ് ഓതേണ്ടത്. അതുപോലെ ബാങ്കിന്റെ വിഷയത്തിലും നല്ല ശബ്ദത്തിൽ ബാങ്കിൻ്റെതായ ആ മര്യാദ പാലിച്ചുകൊണ്ട് വേണം ബാങ്ക് വിളിക്കാൻ. അതൊരു സംഗീതാത്മകമായി ബാങ്ക് വിളിക്കുന്നത് ശരിയല്ല. അതായത് ആശയങ്ങൾ ഒരിക്കലും കോർവ വരാത്ത രൂപത്തിലോ അല്ലെങ്കിൽ ഉള്ള ആശയങ്ങളെ അത് കൃത്യമായി പ്രതിഫലിക്കാത്ത രൂപത്തിലോ ഈണത്തിന് പ്രാധാന്യം കൊടുത്തൊരു സംഗീതം പോലെ ബാങ്ക് വിളിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് മുസ്തഫ് ബിൻ അബി ഷൈബയാണ്. അവിടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ അന്ന മുഅദ്ദിനൻ അദ്ദന ഫതുരിബ ഫി ആദാനിഹി, ഒരു ബാങ്ക് വിളിക്കുന്ന ഒരാള് അദ്ദേഹം വളരെ അമിതമായ രൂപത്തിൽ ഈണവും രാഗവും ഒക്കെ വരുത്തിയിട്ട് ബാങ്ക് വിളിച്ചു. ഒരു നോർമലുള്ള ബാങ്കല്ല, മറിച്ച് ഒരു സംഗീതാത്മകമായ രൂപത്തിൽ അമിതമായ നീട്ടവും കുറുക്കവും മൂളലും ഒക്കെ വെച്ചിട്ട് ബാങ്ക് വിളിച്ചു. ഖാല ഉമർ ബിൻ അബ്ദുൽ അസീസ്, അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഖലീഫ പറയുകയാണ്, നീ സാധാരണ രൂപത്തിൽ, പക്വമായ രൂപത്തിൽ, ലളിതമായ രൂപത്തിൽ ബാങ്ക് വിളിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നീ നമ്മളെ വിട്ട് പോയിക്കൊള്ളുക, നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കൊള്ളുക എന്ന് പറയാൻ. അപ്പൊ നോർമൽ ബാങ്ക് എങ്ങനെയാണോ ആ രൂപത്തിൽ ബാങ്ക് വിളിക്കുക, അതിന്റെ ആശയങ്ങളും അതിൻ്റെതായ മര്യാദകളും പാലിച്ച് വേണം ബാങ്ക് വിളിക്കാൻ. ഈണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അത് ശരിയുമല്ല. ബാങ്കിൻ്റെതായ വാക്ക്, അത് ഖുർആന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. തജ്വീദും അതിന്റെ മര്യാദകളും പാലിച്ച് വേണം നമ്മൾ ഖുർആൻ ഓതാൻ. അതൊരു സംഗീതാത്മകമായ രൂപത്തിൽ, ഖുർആന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല. മറിച്ച് റത്തിൽ ഖുർആൻ ഈണത്തിൽ ഓതുക എന്ന് പറഞ്ഞാൽ അതിന് തജ്വീദൊക്കെ മാനിച്ചുകൊണ്ട് അതിന്റെ ആശയവും ഗ്രഹിച്ച് ആ ഒരു മര്യാദയോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ മഹാനായ ഷെയ്ഖ് ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന കാണാൻ കഴിയും. അത്തത്രീബു ഫിൽ ആദാനി വത്തഗന്നി ബിഹി തൽഹീനു മക്റൂഹ്, ഒരു സംഗീതാത്മകമായ രൂപത്തിലുള്ള ബാങ്ക് അത് കറാഹത്താണ്, അത് വെറുക്കപ്പെട്ടതാണ്. വൽ വാജിബു അൻ യുഅദ്ദന അദാന മുസ്തർസിലൻ, തുടരെ ബാങ്കിൻ്റെതായ വാക്കുകൾ ഒഴുകി വരുന്ന രൂപത്തിലാണ് ബാങ്ക് വിളിക്കേണ്ടത്. ലൈസ ഫീഹി തകല്ലുഫ് വലാ തംതീതുൻ യുഗയ്യിറുൽ അൽഫാൽ, അതിന്റെ പദങ്ങളിൽ മാറ്റം വരുത്തുകയും അതേപോലെ തന്നെ കൃത്രിമത്വവും നീട്ടലുകളും ഉണ്ടാക്കുകയും, അനാവശ്യമായ കൃത്രിമത്വവും അനാവശ്യമായ നീട്ടലും ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഈ രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ്, ഈ രൂപത്തിൽ അനാവശ്യമായി നീട്ടലും കൃത്രിമത്വവും കാണിച്ച് ബാങ്ക് വിളിക്കൽ മക്രൂഹാണ്. അതിന്റെ പദങ്ങളിൽ അഥവാ ബാങ്കിൻ്റെതായ ആശയങ്ങളിൽ ഇങ്ങനെ നീട്ടലും കുറുക്കലും ഒക്കെ കൂട്ടിച്ചേർത്ത് അത് വക്രീകരിക്കപ്പെട്ടാൽ അത് ഹറാമുമാണ് എന്നാണ് അതിന്റെ വിധി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ ശൈലിയിൽ ബാങ്ക് വിളിക്കുക, നല്ല ശബ്ദത്തിൽ ബാങ്കിന്റെ മര്യാദ പാലിച്ച് നല്ല ഈണത്തിൽ ബാങ്ക് വിളിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു സംഗീതാത്മകതയും ഇല്ലാത്ത രൂപത്തിലുള്ള വക്രീയതകളും കൊണ്ടുവരുന്നത് ശരിയല്ല. അത് ഖുർആന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.